അവൾക്കൊപ്പം തന്നെയാണ് ക്യാമ്പയിൻ. ലൈക്ക് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ആ ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾക്കൊപ്പം തന്നെയാണ്. ഞാനൊരു സ്ത്രീയാണ്, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അതിനൊന്നും പറയണ്ട. ഒരാളുടെ സിനിമ കണ്ടുകൊണ്ട് മാത്രം ആ പുള്ളിക്കാരൻ നല്ലതാണ്, തെറ്റൊന്നും ചെയ്തിട്ടില്ല, അത് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് അറിയാവുന്ന സത്യമാണ്. പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല, കോടതി വിധി മാനിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എല്ലാവരും എല്ലാ കോടതി വിധിയൊന്നും ഇവിടെ മാനിക്കുന്നൊന്നുമില്ലല്ലോ. നമുക്കത് മനസ്സിലാവുന്നുണ്ട് തെറ്റെന്താണ്. നമ്മുടെ മുമ്പിൽ എല്ലാ തെളിവുമുണ്ട്. പിന്നെ കോടതി എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് എന്തായാലും മനസ്സിലാവും. പണവും പവറുള്ള മനുഷ്യന് ഇങ്ങനെ ഇറങ്ങിപ്പോരാ, അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ മാനത്തിന് 5 ലക്ഷം രൂപ മാത്രം വില കൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ, ഇങ്ങനൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കെന്തെങ്കിലും നാളെ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് രീതിയിൽ കോടതിയിൽ പോകും എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അവൾക്കൊപ്പം തന്നെയാണ്. നീതിന്യായ വ്യവസ്ഥ സാധാരണക്കാർക്കും ഇതുപോലുള്ള സെലിബ്രിറ്റീസും രണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും പ്രിവിലേജ് എന്ന് പറഞ്ഞ വാക്ക് ഭാവനയുടെ പേര് പറയുന്നില്ല, അതിജീവിതയുടെ പേരിൽ നമ്മൾ ഉപയോഗിക്കുന്നു. പ്രിവിലേജ് ഉണ്ട്, ഓഫ് കോഴ്സ് പ്രിവിലേജ് ഉള്ളൊരു സ്ത്രീയാണ്. അവർക്ക് പോലും ഈ അവസ്ഥയാണ് നേരിട്ടതെങ്കിൽ സാധാരണക്കാരന് ഒന്നും പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ അധികാരവും പണവും ഉണ്ടെങ്കിൽ നീതിന്യായ വ്യവസ്ഥയെ വിലയ്ക്ക് വാങ്ങാം. ആ ഒരു ഇതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വായിച്ചു നോക്കിയില്ല, ഞാൻ ജസ്റ്റ് പോസ്റ്റ് കണ്ടതേ ഉള്ളൂ. തിരക്കിലായിരുന്നു എക്സാമിൻ്റെ ഒക്കെ. പുള്ളിക്കാരത്തി നേരിടുന്ന സ്ട്രഗിള് ഇത്രയും ഉറക്കെ വിളിച്ചു പറഞ്ഞു. നമ്മളെപ്പോലെയുള്ള പെൺകുട്ടികൾക്കൊരു പ്രചോദനമായിട്ട് പുള്ളിക്കാരത്തി വിളിച്ചു പറഞ്ഞു. ഭാവനയ്ക്കൊപ്പം തന്നെയാണ്, കൂടുതലൊന്നും പറയാനില്ല. അത് അവൾക്കൊപ്പം തന്നെ, അതിൽ ഒരു മാറ്റവും ഇല്ല.